ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ ബോയ് ഉണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കേക്ക് വാങ്ങാനാണ് കേട്ടോ. കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി പുറത്തിറങ്ങി. എന്താണെന്നറിയില്ല, അപ്രത്യക്ഷമായിട്ടാണ് ഞങ്ങൾ 4 പേരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനായത്. അത് എന്താ പറയുക, വിചാരിച്ചിട്ടതല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയത്. ഇതാണ് കേട്ടോ ബർത്ത്ഡേ ബോയ്. അങ്ങനെ ഞങ്ങളിത് ഈ കാറിൽ കയറി പോവാണ് കേട്ടോ. മിക്കും ഗബ്രും ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതാണ്ട് സ്വർഗത്തിലേക്ക് പോണ പോലെയാണ്. അവരുടെ ഒരു എന്താ പറയുക, ഫുള്ള് ഓണാണ് അവർ. അങ്ങനെ ഞങ്ങൾ ഏത് കടയിൽ നിന്ന് വാങ്ങുന്നുള്ള കൺഫ്യൂഷനിലാണ്. അവസാനം ഞങ്ങൾ അടുത്ത് തന്നെയുള്ളൊരു മാളിൽ കയറിയിട്ടാണ് കേട്ടോ കേക്ക് വാങ്ങിയത്. ഇതാണ് കേട്ടോ മാള് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടേക്ക് മാളിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. അതായത് അക്വേറിയം പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫിഷസിനെ അവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മിക്കും ഗബ്രും കൂടി നോക്കി നിന്ന് കുറച്ച് നേരം നിന്ന് ഞങ്ങളതേ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഒരുപാട് കേക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാം, കാരണം ചേട്ടൻ എന്തായാലും കേക്ക് കഴിക്കില്ല, അങ്ങനെ ഓവറായിട്ട് അങ്ങനെ കഴിക്കില്ല. അപ്പം ഞാനാണ് കഴിക്കുന്നത്, ഞാനും പിള്ളേരായിരിക്കും കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചോക്ലേറ്റിൻ്റെ എടുത്താൽ മതി എന്നുള്ള സ്കീമിൽ ഞങ്ങൾ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു കേക്കാണ് ഞങ്ങൾ എടുത്തത്. ഹാപ്പി ബർത്ത്ഡേ ചുടുക്കാപ്പി എന്നൊക്കെ എഴുതി ഞങ്ങളെടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൂടി പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞങ്ങളിത് ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ബില്ലടിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ ഐസ്ക്രീമിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നൈസായിട്ട് ഇതാക്കി, കാരണം ഇവരില്ലെങ്കിൽ ഇവരിത് കണ്ടു കഴിഞ്ഞാൽ അത് വേണം ഇത് വേണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഫുഡൊക്കെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് റെസ്റ്റാണ്. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. കാരണം പിള്ളേരുള്ള കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും ഹാപ്പി മൂഡിലാണ്, കേക്ക് മുറിക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പനും മക്കളും കൂടിയിട്ട് കേക്ക് മുറിക്കാൻ പോവാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ഫ്രെയിം ഭയങ്കര ഇഷ്ടമായി. 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും അപ്പയുടെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ചേട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അപ്പനും മക്കളും കൂടിയിട്ട് അപ്പയ്ക്ക് മിക്കു എന്താ പറയുക, ക്ഷമയില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തോണ്ടി തിന്നു. പിന്നെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീഡിയോ കോളിൽ അവരും ഹാപ്പി ബർത്ത്ഡേ പാടി അവർക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ അവർക്കും കേക്ക് കൊടുത്ത് ഞാനും കേക്ക് കൊടുത്ത് ഞങ്ങളെ കുഞ്ഞൊരു ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു കേട്ടോ. അത്രയേ ഉള്ളൂ. ബായ്.